പ്രത്യൂഷസ്യുത്ഥായ തന്നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ഡരീകോദ്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിന് ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കേണം. പണ്ഡിതശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ ഞങ്ങളെ പെരുവഴി കൂട്ടേണമതിനിപ്പോളിങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ടു തിങ്ങീടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു. നമസ്കാരം. രാമായണ പാരായണത്തിന്റെ 11ാം ദിവസത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ബാലകാണ്ഡവും അയോധ്യാകാണ്ഡവും കഴിഞ്ഞ് ആരണ്യകാണ്ഡത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. ഇത് 11ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിന്റെ ഈ ഭാഗത്തിന്റെ പേര് ദണ്ഡകാരണ്യം എന്ന് തന്നെയാണ്. ഭഗവാൻ ശ്രീരാമൻ ആരണ്യത്തിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം അഭിമുഖീകരിക്കുന്ന വിവിധ വെല്ലുവിളികൾ, വിവിധ വ്യക്തികൾ, അതേപോലെ അനുഭവങ്ങൾ, അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. നമ്മൾ ഓരോ വ്യക്തികളും ഈ ദണ്ഡകാരണ്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ കടക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം. അവിടെ രാമൻ കണ്ടത് മാനവരെയും ദാനവരെയും ഋഷിവര്യന്മാരെയും വാനരന്മാരെയും പക്ഷി മൃഗാദികളെയുമാണ്. ഇവരെ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് രാമൻ അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യമായ രാവണ നിഗ്രഹത്തിലേക്ക് ചലിക്കുന്നത്. ദണ്ഡകാരണ്യത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് നമ്മുടെ ആചാര്യരോട് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ കൂടെയുള്ളത് ആചാര്യൻ ശ്രീ ഗോപിനാഥ് പുത്രിക. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യും. ഒരു മനുഷ്യന്റെ ജീവിതം, ആ ജീവിതം എങ്ങനെയാണോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ വേറെ രീതിയിൽ വിശകലനം ചെയ്യാൻ പറ്റുമോ എന്ന് അങ്ങൊന്ന് പരിശോധിക്കണം. എന്തുകൊണ്ടെന്നാൽ രാമൻ അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. ആരണ്യത്തിലേക്ക് കടക്കുകയാണ്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷയാണ് അവിടെ നടക്കുന്നത്, അല്ലെ? അപ്പോ ഭാര്യ സീതയും അനുജൻ ലക്ഷ്മണനുമായിട്ട് ശ്രീരാമചന്ദ്രൻ ആരണ്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ അവിടെ അദ്ദേഹം അഭിമുഖീകരിക്കുന്ന നല്ലവരുണ്ട്, ചീത്തവരുണ്ട്, അതേപോലെ വെല്ലുവിളികളുണ്ട്. പിന്നെ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നൊരു കർത്തവ്യം അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന നമുക്ക് തോന്നായിരിക്കും. അതൊന്ന് ആ രീതിയിലേക്ക് ഒന്ന് വിശകലനം ചെയ്യാൻ പറ്റും. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സ്തുതാമയാ വരദാ വേദമാതാ പ്രചോദയന്താം പവമാനേ ദ്വിജാനാം ആയുപ്രാണം വ്രജാം പശും കീർത്തിം ദ്രവിണം ബ്രഹ്മവർച്ചസം മയ്യം ദത്വാ വ്രജത ബ്രഹ്മലോകം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് രാമന്റെ ദണ്ഡകാരണ്യ പ്രവേശത്തെ പറ്റിയാണ്. അധ്യാത്മരാമായണത്തിൽ മഹാരണ്യ പ്രവേശം എന്ന ഭാഗത്താണ് ഈ ഒരു വിഷയം വിശദീകരിക്കുന്നത്. രാമായണം എന്ന കാവ്യത്തെപ്പറ്റി പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഒരു ശ്ലോകമാണ്. യാവത് സ്ഥാസ്യന്തി ഗ്രയഃ സരിതശ്ചമഗീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതേ. ഇതിനപ്പുറത്തൊന്നും പറയാനില്ല. ഈ ലോകത്ത് പർവ്വതങ്ങളും നദികളും ഉള്ളിടത്തോളം കാലം ശ്രീരാമന്റെ കഥ ലോകത്തെല്ലായിടത്തും
പ്രചരിപ്പിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള ആ രാമായണത്തിലെ മഹാരണ്യ പ്രവേശം എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. രാമനും ലക്ഷ്മണനും സീതയും അത്രി മുനിയുടെ ആശ്രമത്തിൽ അവരുടെ അതിഥികളായി താമസിച്ചതിന് ശേഷം അത്രി മുനിയുടെ അനുഗ്രഹത്തോടു കൂടി ആണ് രാമൻ ദണ്ഡകാരണ്യത്തിലൂടെ തൻ്റെ ആ മഹാപ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇവിടെ നമുക്കൊരു കാര്യം പറയാനുള്ളത്, ഈ അത്രിയും അനസൂയയും എന്ന് പറയുന്നത് വളരെ വിദ്വാൻമാരായ വിദുഷികളായ രണ്ടുപേരാണ്. ഭാര്യാഭർത്താക്കന്മാരാണല്ലോ. വളരെ കാലത്തെ തപസ്സാകുന്ന ധനം ആർജിച്ചിട്ടുള്ള ദമ്പതികളായിരുന്നു അവർ. അനസൂയ ദേവി സീതാദേവിയെ അവരുടെ കയ്യിലുള്ള അംഗരാഗവും ആഭരണവുമെല്ലാം നൽകി സീതയെ അണിയിച്ചൊരുക്കുന്ന ആ ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, രാമന്റെ ആ മഹാപ്രസ്ഥാനത്തില് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അത്രി മുനിയുടെ സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട് അവിടെ. അപ്പൊ അത്രിയെ ചോദിക്കുന്നുണ്ട്, ശ്രീരാമനെ പോലുള്ള ഒരു മഹാത്മാവ് ഇങ്ങനെ ഒരു ധർമ്മപ്രചരണത്തിന് അല്ലെങ്കിൽ ഒരു അരണ്യവാസത്തിന് ഇറങ്ങുമ്പോൾ തന്നെ പോലുള്ള ഒരു മുനിയുടെ സഹായം എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ അദ്ദേഹം പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. മാർഗപ്രദർശനാർത്ഥായ എന്നാ പറയുന്നത്. മാർഗപ്രദർശനം, മാർഗം എന്ന് പറഞ്ഞാൽ വഴി. വഴിയെ നമ്മളൊക്കെ മാർഗദർശനം എന്ന് പറയാറുണ്ട്. അതോടെ അങ്ങനെയല്ല, മാർഗത്തെ പ്രദർശിപ്പിക്കുന്നതിനായിക്കൊണ്ടാണ് അത്രിയുടെ സഹായം അദ്ദേഹം തേടുന്നത്. അപ്പോ രാമനെ പോലുള്ള ഒരു സൂര്യവംശി വളരെ ലാളിത്യത്തോടു കൂടിയാണ് ആ മുനിയോട് പെരുമാറുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആ ഒരു സാന്നിധ്യവും സഹായവും അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ മാർഗം, തൻ്റെ ഈ ജീവിത മാർഗം, താൻ എങ്ങനെയാണോ ഈ മഹാപ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവിടെ ആ മാർഗത്തെ പ്രദർശിപ്പിക്കുന്നതിന് ആ മുനിയുടെയും മുനി ശിഷ്യന്മാരുടെയും സഹായം അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. അതാണ് ഒരു മഹാനുഭാവന്റെ ലക്ഷണം. രാമനൊക്കെ ഒരു മഹാനുഭാവനാണെന്ന് പറയുവാനുള്ള കാരണം അതാണ്. അതോടൊപ്പം ആ അനസൂയാദേവി പറയുന്നുണ്ട്, ഗമ്യതാം അനുജാനാമി. ആലോചിച്ച് നോക്കൂ, അനസൂയ എന്ന് പറയുന്ന ദേവി പറയുകയാണ് സീതയോട്, ഗമ്യതാം അനുജാനാമി. വാൽമീനവേണത്തിലുള്ളതാണ്. രാമനോടൊത്തു നീ പോയാലും അനുജാനാമി. രാമനോടൊത്ത് പോവാനായിട്ട് അനസൂയയാണ് സീതയ്ക്ക് ഒരു ആത്മധൈര്യം കൊടുക്കുന്നത്. കാരണം അനസൂയ മുനിപത്നിയാണ്. വളരെ വർഷത്തെ തപസ് കൊണ്ട് സിദ്ധി ആർജിച്ചവളായിരുന്നു അനസൂയാദേവി. അത്രി എന്ന് പറയുന്ന സപ്തർഷികളിൽപ്പെട്ടതാണല്ലോ. അപ്പൊ അതുകൊണ്ട് സീതയോട് ആ രാമന്റെ മാർഗം നീ സ്വീകരിക്കണമെന്ന് അനസൂയാദേവി ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെയാണ് ശരിക്കും ഒരു ധർമ്മപ്രചരണത്തിന് ആ കാലഘട്ടത്തില് നമ്മുടെ എല്ലാവരും ഒന്നുപോലെയായിരുന്നു. സ്ത്രീ പുരുഷ ഭേദമന്യേ ഈ ധർമാചരണത്തിലും ധർമ്മപ്രചരണത്തിലും ആ കാലത്ത് എല്ലാവരും ശ്രദ്ധയുള്ളവരായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം. ഇത് ആരെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള ഒരു രീതിയല്ല ഉള്ളത്. അതാണ് അവരുടെ സമാഗമം. എല്ലാവരുടെയും സംഭാവന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാമൻ സൂര്യവംശിയായിട്ട് കൂടി ഈ മുനിയുടെയും മുനി ശിഷ്യന്മാരുടെയും തന്റെ ഈ മാർഗം പ്രദർശിപ്പിക്കുന്നതിന് അവരുടെ സഹായവും വേണമെന്ന് ആഗ്രഹിച്ചത്. മുനി ചോദിക്കുന്നുണ്ട് അവിടെ, ഭഗവാനല്ലേ എന്ന്. അതെ, ഉണ്ട്. ഭഗവാനല്ലേ എന്ന് ചോദിച്ചിട്ട് പോലും അദ്ദേഹം പറയുകയാണ് ഈ മാർഗപ്രദർശനാർത്ഥായ. അതാണ് ശ്ലോകത്തിന്റെ ഒരു ഭാഗം. ഇന്നും രാമായണം ലോകത്തെ നയിക്കുന്നുവെങ്കിൽ അതിന് കാരണം രാമൻ നടത്തിയ ആ ധർമ്മസമര യാത്രയാണ്. അത് എല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ ദണ്ഡകാരണ്യത്തിൽ എത്തിയ രാമന് നേരിട്ട ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ രാമായണത്തിൽ വായിച്ചിട്ടുണ്ട്. വിരാധൻ, കബന്ധൻ, ഇവരെയൊക്കെ രാമൻ വധിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരൊക്കെ രാക്ഷസന്മാരായിരുന്നു, അല്ലെങ്കിൽ ആസുരീയതയുടെ സ്വരൂപങ്ങളായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പോലും രാമൻ അവരെ വാസ്തവത്തിൽ ആ മനുഷ്യത്വത്തിലേക്ക് നയിക്കുകയായിരുന്നു. വിരാധനെ വിദ്യാധരനാക്കി. വിരാധന്റെ വിരാധത്വം പോയി അവനെ വിദ്യാധരനാക്കി തീർത്തു ശ്രീരാമേന്ദ്രൻ. അതുപോലെ കബന്ധനെ ഗന്ധർവനാക്കി തീർത്തു. ആ കബന്ധ ജന്മം ഇപ്പൊ നമ്മളൊക്കെ
മനുഷ്യരായി ജീവിച്ചിട്ട് ആ കബന്ധ സ്വരൂപികളായി കഴിഞ്ഞു കൂടി കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം? ഒരു കബന്ധം, മാംസപിണ്ഡം. അപ്പം അങ്ങനെയുള്ള ആ കബന്ധത്വത്തെ പോലും ഇല്ലാതാക്കിയിട്ട് ആ കബന്ധനെ ഗന്ധർവന്റെ തലത്തിലേക്ക് ഉയർത്തുകയായിരുന്നു ശ്രീരാമന്റെ ആ യാത്ര. അത് നമ്മൾ ഈ ദണ്ഡകാരണ്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ദണ്ഡകാരണ്യം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ജീവിതം തന്നെ നാം എന്നും ഒരു ദണ്ഡകാരണ്യ വ്രതമാക്കി മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. ഇതിനകത്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അതായത് ഇപ്പൊ രാമൻ 14 വർഷം വനവാസം നയിച്ചു എന്ന് പറയുമ്പോൾ ഈ വനം എന്നുള്ളതിനൊരു പ്രത്യേകതയുണ്ട്. രശ്മ്യനുസാരി വനം എന്നാണ് പറയുന്നത്. ആ രശ്മ്യനുസാരി, രശ്മി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജ്ഞാനമാണ്, അപ്പോൾ വേദജ്ഞാനമാണ്. അപ്പോൾ ആ രശ്മി അനുസാരിയാണ് വനം. അപ്പോൾ അവിടെ അദ്ദേഹം ശ്രീരാമേന്ദ്രൻ സഞ്ചരിക്കുന്നത് ജ്ഞാനത്തിന്റെ മാർഗത്തിലാണെന്ന് അർത്ഥം. ഒരു വാനപ്രസ്ഥിയായിട്ടാണ്. ആ വാനപ്രസ്ഥിയുടെ ധർമ്മവും കൂടിയാണ് ശ്രീരാമൻ ആചരിക്കുന്നത്. എങ്കിൽ മാത്രമേ ഈ ലോകം മുഴുവൻ ധർമ്മം പ്രചരിക്കുകയുള്ളൂ എന്ന് ശ്രീരാമൻ അറിയാമായിരുന്നു. അല്ലാതെ കേവലം ഒരു യുദ്ധമല്ല അത്. ഇപ്പൊ രാവണനെ വധിക്കുക എന്നുള്ളത് ഈ ശ്രീരാമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാര കാര്യമാണ്. വലിയൊരു മഹാരാജാവാണ്, സൈന്യസന്നാഹങ്ങളുണ്ട്. ഈ രാവണനെ പോലുള്ളവരെ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു സാധാരണ കാര്യം മാത്രമാണ്. പക്ഷെ അവിടെയും രാമൻ ഏറ്റെടുത്ത് എന്താണ്? വാനരവംശത്തെ, ഗന്ധർവംശത്തെ, ദേവവംശത്തെ, ഇങ്ങനെ എല്ലാവരെയും, ഈ ലോകത്തുള്ള എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട്, ഇൻക്ലൂസീവായിട്ട്, അതെ, അങ്ങനെയാണ് ശരിക്കും അവിടെ രാമൻ ചെയ്തത്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മുടെ ഒരു വ്രതം എന്ന് പറയുന്നത് ഈ ദണ്ഡകാരണ്യ വ്രതം ആയിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഒരു സന്ദേശം. ഈ ഒരു ഭാഗത്ത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരും ശ്രീരാമന്റെ കൂടെ സഞ്ചരിക്കുകയാണ്. രാമന്റെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ആ ദണ്ഡകാരണ്യ വ്രതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു പാഠമായി തീരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതാണ് വളരെ ചുരുക്കി നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് ശ്രീരാമന്റെ ആ ദണ്ഡകാരണ്യ വ്രതം നമ്മുടെ ജീവിതത്തിന്റെ ഒരു വ്രതമാക്കി നമുക്ക് മാറ്റണം എന്നുള്ളതാണ് ഉപദേശിക്കുവാനുള്ളത്. ദണ്ഡകാരണ്യം ഇവിടെ സമാപിക്കുമ്പോൾ ആചാര്യൻ സൂചിപ്പിച്ച ഏറ്റവും പ്രസക്തമായ കാര്യം, രാമൻ എങ്ങനെയാണോ ഈ ദണ്ഡകാരണ്യം പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചത്, ഇല്ലെങ്കിൽ മനസ്സിലാക്കി തന്നുകൊണ്ട് പ്രവർത്തിച്ചത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓരോരുത്തരും അതേപോലെയുള്ള ഒരു തപസ്യയിലേക്ക് പോകണം എന്ന് തന്നെയാണ്. അവിടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞത്, വാനരരുണ്ട്, ദാനവരുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷി മൃഗാദികളുണ്ട്, വനമുണ്ട്. ഇതെല്ലാം കോർത്ത് ഇണക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ രാമൻ ഒരുപക്ഷെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ, എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ട് ആ ലോകഹിതത്തിനു വേണ്ടി അദ്ദേഹം ചെയ്ത് അവസാനിപ്പിച്ച ഒരു കാര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്താണ് നമ്മൾ ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. ദണ്ഡകാരണ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒന്നാണ്. നമ്മൾ നാളെ കർക്കിടകം 12-ന് അടുത്ത എപ്പിസോഡുമായി, അടുത്ത ഭാഗവുമായി എത്തുന്നു. ഇത് ശ്രവിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുക. പ്രത്യൂഷസ്യുത്ഥായ തന്നിത്യകർമ്മവും ചെയ്തു നത്വാ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുണ്ഡരീകോദ്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിന് ദണ്ഡമെന്നിയേ പോവാനായി അനുഗ്രഹിക്കേണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോനിധേ. ഞങ്ങളെ പെരുവഴി കൂട്ടേണം, അതിനിപ്പോളിങ്ങു നിന്നയക്കേണം ശിഷ്യരിൽ ചിലരെയും. ഇങ്ങനെ രാമവാക്യം അത്രിമാമുനി കേട്ടു തിങ്ങീടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു. നേരുൾ
മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർവഴി കാട്ടിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കെന്നവരോട് ചൊല്ലി മാമുനി താനുമൊട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം. നിന്തിരുവടി കനിഞ്ഞങ്ങെഴുന്നള്ളിയിടണമന്തികേ, ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ. ജീവാത്മ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായാ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം സീതാദേവിയുമെന്നാലൊരു ഭീതിയുമുണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നൊരു ശേഷം പിന്നിട്ടാരുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലാമാറങ്ങൊരു പുഷ്കരിണിയും കണ്ടാർ. കൽഹാരോത്പല കുമുദാംബുജ രക്തോത്പല ഫുല്ല പുഷ്പേന്ദീവര ശോഭിതമച്ഛജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി വൃക്ഷഛായ